3 വർഷങ്ങൾക്ക് ശേഷം കിരൺ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. മകൻ്റെ വരവിനായി കാത്ത് ഒരമ്മ. അപ്രതീക്ഷിതമായ സംഭവം അമ്മയുടെ മിഴി നിറച്ചു. പറയാൻ വാക്കുകളില്ല. നെറ്റിയിൽ ഒരു ചുംബനം നൽകി ഒട്ടിയ വയറിന്മേൽ കൈവച്ച് അവൻ പറഞ്ഞു, നല്ല വിശപ്പ്. കേട്ടപാടെ അമ്മ അടുക്കളയിലേക്ക്. പെങ്ങളുടെ റൂമിൻ്റെ വാതിലിൽ പതിയെ 2 തട്ട്. കണ്ണാടിയുടെ മുന്നിലിരുന്ന് ഞെട്ടലോടെ അവൾ തിരിഞ്ഞു. സുന്ദരി, ഒരുങ്ങുവാണോ? കിരണിനെ കണ്ടതും അവൾ പരിഭവം മുഖത്ത് വാരി നിറച്ചു. ആ പരിഭവത്തിന് ഒരു സോറിയോളമേ ആയുസുള്ളൂ. സോറി അച്ചു, അന്ന് ചേട്ടൻ കുറച്ച് ടെൻഷനിലായിപ്പോയി, അതാ. ഭക്ഷണം വിളമ്പി വെച്ച് അമ്മയുടെ വിളി വന്നു. കഴിക്കാനിരുന്നപ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി മുന്നിൽ. ദീപു. അല്പം പരിഭവത്തിലാണവൻ. നീ മറന്നാലും എന്നെ അമ്മ മറക്കില്ല. അമ്മ വിളമ്പിയ ഭക്ഷണം രുചിയോടെ കഴിച്ചു. ഒരു വിള അനിയത്തിക്കും. എത്ര പുസ്തകം വേണമെങ്കിലും വാങ്ങിത്തരാം കേട്ടോ മോളെ. അവൾ പുഞ്ചിരിച്ചു. കഴിച്ചു തീർത്ത പാത്രങ്ങൾ വാരിക്കൂട്ടി അമ്മ അടുക്കളയിലേക്ക്. പിന്നാലെ ചെന്നു. അമ്മ, 3 വർഷത്തിന് ശേഷം രുചിയുള്ള ഭക്ഷണം കഴിച്ചു. കറികൾക്കെല്ലാം എന്താ സ്വാദ്. കണ്ണുകൾ അണപൊട്ടി ഒഴുകി. ഇതിപ്പോൾ എന്തിനായി കണ്ണീര്? കാരണം പിന്നാലെ വന്നു. ഇനി പോകുമോ നീ? നോവിക്കാതെ പതിയെ ആ കവിളിൽ ഒന്ന് നുള്ളി. ഇല്ല ശാരദാമ്മേ, ഇനി ഈ അമ്മയെ വിട്ട് എവിടെയും പോണില്ല. ദീപുവിനെയും കൂട്ടി കിരൺ നടന്നു അവൻ്റെ റൂമിലേക്ക്, ഓർമ്മകളുടെ കവാടത്തിലേക്ക്. ചുവരുകളിൽ, ഷോക്കേസിൽ, ടേബിളിൽ എല്ലാം ഓർമ്മകൾ മാത്രം. കിരൺ, ഈ മുറിയിൽ ഇനി ആവശ്യമില്ലാത്ത ചില ഓർമ്മകളുണ്ട്, കത്തിക്കണം. കട്ടിലിനടിയിൽ നിന്നും ഒരു കടലാസ് പെട്ടിയെടുത്തു. ചിലതെല്ലാം അതിൽ വാരിയിട്ട് പുറത്തേക്ക്. മുറ്റത്ത് കിടന്ന് ആ ഓർമ്മകൾ എരിഞ്ഞു. അമ്മ ഏറെ സന്തോഷിച്ച നിമിഷം. ദീപുവിനോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞ നിമിഷം. കിരൺ, നിനക്ക് അവളെ പിന്നെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല. കണ്ടാൽ ചിലപ്പോൾ അവൾ ജീവനോടെ ഉണ്ടായില്ലെങ്കിലോ? സ്നേഹം തന്ന ചതിച്ചവളോട് കിരണിൻ്റെ പ്രതികാരത്തിൻ്റെ ആഴം ദീപു മനസ്സിലാക്കി. മുറ്റത്തിൻ്റെ മൂലയിലെ തൈച്ചമ്പകം പൂവിട്ടു. അജു നട്ടതാണ്, അച്ചുവിന് വേണ്ടി. കൊടുക്കണോ വേണ്ടയോ എന്ന് അമ്മ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു. കൊടുക്കാമെന്ന് തീരുമാനിച്ചു. മോനെ, ഇത് അജുവിൻ്റെയാണ്. മരിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിലുണ്ടായിരുന്നതാ. വാച്ചും പേഴ്സും പൈസയും ഒക്കെയുണ്ട്. പോലീസ് ഇത് ഇവിടെയാണ് കൊണ്ടുതന്നത്. ഇത് വാങ്ങാൻ അവന് മറ്റാരും ഇല്ലല്ലോ. അവൻ്റെ പേഴ്സിൽ അവൻ്റെ ഫാമിലി ഫോട്ടോ. ആ ഫോട്ടോയിൽ കൂടപ്പിറപ്പുകൾക്ക് കിരണിൻ്റെയും അച്ചുവിൻ്റെയും മുഖം, അമ്മയ്ക്ക് ശാരദാമ്മയുടെയും. ശരിയാണമ്മേ, ഇത് ഇവിടെ തന്നെയാണ് ഏൽപ്പിക്കേണ്ടത്. അവൻ്റെ ഫാമിലി നമ്മളായിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞ് അങ്ങാടിയിലേക്ക്. ദീപുവിനോടൊപ്പം ഒരു യാത്ര. അമ്മേ, ഇത് റൂമിലേക്ക് വെച്ചോ. പേഴ്സും പൈസയും തിരികെ നൽകി. ചില്ല് ചിതറിയ, നേരം നിലച്ചു പോയ ആ വാച്ച് കിരണിൻ്റെ കൈത്തണ്ടയിൽ പറ്റിച്ചേർന്നു.